പ്രിയമുള്ളവരെ, ചലച്ചിത്ര നടന്മാരുടെ ശബ്ദാനുകരണമാണ് മിമിക്രിയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഞാൻ ചെയ്യുന്നത് നസീർ സാറും ജയനും സുകുമാരനും കൂടി കടങ്കഥ പറഞ്ഞു കളിക്കുന്ന ഒരൈറ്റമാണ്. മിസ്റ്റർ ജയൻ, ഇനി നമുക്ക് കുറച്ചു നേരം കടങ്കഥ പറഞ്ഞു കളിക്കാം. നസീർ സാർ റെഡിയാണെങ്കിൽ ഞാനും റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങും. മുറ്റത്ത് ചെപ്പിന് അടപ്പില്ല. നസീർ സാറേ, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കടങ്കഥയാണിത്. മുറ്റത്ത് ചെപ്പിനടപ്പില്ല, കിണർ. ജയ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഇത് കുറച്ച് ആഴം കൂടിയ കിണറാണെന്ന്. അത് ഞാൻ കളിയാക്കലൊന്നും വേണ്ട. ഇനി എൻ്റെ ഊഴമാണ്. ഞെട്ടില്ല വട്ടയില്ല. ഞെട്ടില്ലാത്ത വട്ടയില് പിടികിട്ടി ഞെട്ടില്ല വട്ടയില് പപ്പടം ആയി ജിഞ്ചിന്നാക്കിടി. അയ്യോ പാവം. അല്ല, ഇതാരൊക്കെയാണ്? നസീർ സാറും ജയനും. നിങ്ങൾ കടങ്കഥ പറഞ്ഞ കളിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം. ഞാൻ ചോദിക്കും, നിങ്ങൾ പറയണം. കാള കിടക്കുന്നു, കയറോടുന്നു. കാള കിടക്കുമ്പോൾ എങ്ങനെയാണ് കയറോടുന്നത്? കയറ് കിടക്കുമ്പോൾ ചിലപ്പോൾ കാള ഓടിയെന്ന് വരാം. മിസ്റ്റർ സുകുമാരൻ, താങ്കളുടെ കടങ്കഥയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. കാള കിടക്കുന്നു, കയറോടുന്നു. മത്തങ്ങ. താങ്കളുടെ ഉത്തരം ശരിയാണ്. പക്ഷേ മത്തങ്ങയ്ക്ക് അത്ര നീളമില്ല. മത്തങ്ങ ഉരുണ്ടതാണ്. സ്നേഹമുള്ളവരെ, വളരെ പണ്ട് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊരു പടം ഞാൻ തമിഴ് താരങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിക്കാറ്. അപ്പോൾ അതിൽ ജാക്സൺ ദുറൈ വീരപാണ്ഡ്യ കട്ടബൊമ്മനായിട്ട് ശിവാജി ഗണേശനും ജാക്സൺ ദുറൈയായിട്ട് വേറൊരു നടനാണ് അഭിനയിച്ചത്. പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അന്ന് ശിവാജി ഓവർ ആക്ടിങ് എന്നുള്ളൊരു സംഭവം എല്ലാവരും പറയുന്നുണ്ട്. അത് അവരുടെ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ടും പിന്നെ മാത്രമല്ല, നമ്മൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പാമ്പിനെ കണ്ട് എന്താ വലിപ്പം, പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിൽ നേരത്തെ ഒരു പാമ്പ പാത്രം എவ்வளவு പെരുസ് അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഡയലോഗ് ഒറിജിനൽ അല്ല, അതായത് ആ സിനിമയിലെ ഡയലോഗ് ആയിരിക്കില്ല. കാരണം അത്ര ബൈഹാർട്ടായിട്ട് ഞാൻ പഠിച്ചിരുന്നില്ല. എങ്കിലും ഒന്ന് ശ്രമിക്കാം. നീതാൻ വീരപാണ്ഡ്യ കട്ടബൊമ്മനോ? நீதான் ஜாக்சன் துரை என்பவரோ? வெகு தூரம் வந்து விட்டேன். நற்றளவு நாடி நான் உன் மீது குற்றம் சாட்டுகிறேன். ஏதோ குற்றம்? என் தம்பிதம் மட்டும் இருந்தால் உன் பரங்கித்தலை சூமையை நோக்கி பயணம் ஆரம்பித்திருக்கும். என்னையே இரும்பு தலையன் என்று சொல்கிறார்கள். உருக்க வேண்டிய ஒரு அது இரக்கம் காட்டியதே தவிர. கட்டபொம்மனே, வெகு தூரம் வந்து விட்டேன். நீ என் சோய் நாட் மீது கப்பம் கட்டவில்லை, டாக்ஸ் கட்டவில்லை. அதனால் சோய் நாட் மீது போர் தொடுக்க போகிறேன். வரி, வடி, வட்டி, திஸ்தி, திரை, விருந்து, வேடிக்கை, வாதம் பொடிகிறது, பூமி விளைகிறது. நீ ஏன் கேட்கிறாய் வட்டி? நீ உங்கள் வயல்களிருந்து வேலை செய்தாயா, இல்லை களைமறித்தாயா, இல்லை நாறு நட்டாயா? இங்கே இல்லை பணிபுரியும் மங்கை மடுகளுக்கு எங்கள் மங்கள சேவை செய்தாயா? நீ ஏன் கேட்கிறாய் வட்டி? நான் என் கொடுக்கணும் திஸ்தி துடிக்கித மீசாய். அடக்கு அடக்கு ஜாக்சன். ഇത് ശിവാജി ഗണേശൻ്റെ അന്നത്തെ അഭിനയം. പിന്നെ അതിന് ശേഷം വസന്തമാളികെ എന്ന പടത്തില് ഒരു ചെറിയൊരു റൊമാൻറ്റിക് സീൻ. இதுதான் நான் ஒரு காப்பணித்திருக்கும் மாளிகை, வசந்த மாளிகை. இது ஷாஜஹான் மும்தாஸ் மகளுக்காக பணித்திருக்கும் தாஜ்மஹால் அல்ல. நான் உயிரோடு இருக்கும் காதலிக்காக பணித்திருக்கும் வசந்த மண்டபம். இது சமாதி இல்லை, இது சந்நிதி. எனக்கு மட்டும் ஆண்டவன் பறக்கும் சக்தியை கொடுத்திருந்தால் வானத்தில் மின்னிருக்கிற மற்ற நட்சத்திரங்களின் தோரணமாக காட்சியளித்திருப்பேன். ஆனால் கடவுள் எனக்கு அந்த சக்தியை கொடுக்கவில்லையே. അതിനുശേഷമാണ് മറ്റേ പാട്ട്. യാരുക്കാക ഇത് യാരുക്കാക இந்த மாளிகை വസന്ത മാളികൈ കാതലോവിയം കലന്ത മാളികൈ. അടുത്തായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു മധുസാറും ലാലു അലക്സും തമ്മിലുള്ള ഒരു ചെറിയ കോമ്പിനേഷൻ. മിസ്റ്റർ ലാലു അലക്സ്, സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഗാനമേള പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ലാലു ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്റെ പാട്ട് ഞാനങ്ങ് പാടിയേക്കാം. അന്നക്കിളി നീ എന്നിലെ വന്നക്കറി കയറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തൂൽ വീശി നിന്നു. ജില്ലയിലെ തുന്തടക്കട ജില്ലയിലെ എന്റെ പൊന്നു മധുസാറേ,
ഒരുപാട് ജില്ലകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ല, അങ്ങനെ. എവിടെയാണ് ഈ ദുംനടക്കട ജില്ല? എന്നായാലും വേണ്ടുകയില്ല. ജില്ലയിലെ ദുംനടക്കട ജില്ലയിലെ എങ്ങനെയുണ്ട് മധു സാറേ? മിസ്റ്റർ ലാലു ലക്സ്, താങ്കൾ പാട്ട് പാടിയതാണോ അതോ പാട്ട് പറഞ്ഞതാണോ? പാട്ട് പാടുന്നതിനേക്കാൾ നല്ലതാണല്ലോ മധു സാർ, പാട്ട് പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ സ്റ്റേജിൽ ഗാനമേള നടക്കുമ്പോൾ ആ പരിസരത്ത് തന്നെ കണ്ടുപോകരുത്. അടുത്തതായിട്ട് തമിഴ് ചലച്ചിത്ര വേദിയിലെ നടികവേൽ എന്നറിയപ്പെടുന്ന ശ്രീ M.R. രാധ രക്തക്കണ്ണീർ എന്ന പടത്തിൽ ചെയ്ത ചെറിയൊരു സംഭവം. ഇപ്പൊ തമിഴ്നാട്ടിലാണോ താമസം? അവരെ M.R. രാധയോ? தேவடியால் பித்தெடுத்துக்கிற திருமலை காத்தா ஒவ்வொரு தெருசுக்கும் ஒவ்வொரு குடிசை இருக்கு. ஒவ்வொரு குடிசைக்கும் ஒவ்வொரு தலைவன் இருக்கான். ஒவ்வொரு தலைவனுக்கும் ஒவ்வொரு பட்டணி பட்டாளமே இருக்குது. Who is the health inspector of this nasty municipality? தமிழ்நாட்டின் வணக்கம் என்று சொல்லும் முதல் குரலே இதுதானா? അടുത്തതായി സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു ഡയലോഗ് അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ ഇരുമ്പാണി തട്ടി മുളയാണിയാക്കി ആ ഡയലോഗ് രജനീകാന്ത് തമിഴിലാക്കി പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത്. കണ്ണാ ഇരുമ്പാണിയെ തട്ടി മുളയാണി വിറ്റ് പൊൻകാലത്തിനാല് സുരുവ് വിളക്ക് കൊല്ലം കിത്ത 16 പൊൻപടത്തെ കൊടുത്തു വിട്ടത് നായല്ല, இது பாஷா. பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ஏன் தெரியுமா கண்ணா, இந்த பாஷா கிட்ட எக்கோ சிஸ்டம் இருக்கு. സുരാജിനൊരു ഐറ്റം കിട്ടി മോനെ. അടുത്ത തമിഴ്നാട് പരിപാടിക്ക് ഭാഷ ഇത് ജയിലറിന്റെ റിലീസിന് കാണാം.